എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വേൾഡ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കിയപ്പോൾ ഇന്ന് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും കൂടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഏകദേശം 325 പോയിൻറ്റോളം പോസിറ്റീവിലേക്ക് നിഫ്റ്റി വന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റി ആൾ ടൈം ഹൈ ക്രോസ് ചെയ്തു. അപ്പോൾ ഇത്തരം വിശേഷങ്ങളൊക്കെയാണെന്ന് ഇന്നലെ വീക്ക്ലി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. സം പേഴ്സണൽ വർക്കുമായി ബന്ധപ്പെട്ട് പുറത്തായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആദ്യമായി പറയാനുള്ളത്, നമ്മുടെ മുമ്പുണ്ടായിരുന്ന ടെലഗ്രാം ചാനലുകളും ഐഡിയും ഹാക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പുതിയതായി തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പുതിയ ടെലഗ്രാമിൻ്റെ ലിങ്കുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തുടർച്ചയായ 5 ദിവസവും നമ്മുടെ നിഫ്റ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ്ക്കിടയിൽ നല്ലൊരു ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് FIRസിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ആഘോഷം കൂടിയാണ്. സെൻസെക്സ് 1021 പോയിൻ്റ് ഉയർന്ന് 79,578 എത്തി. നിഫ്റ്റി ആണെങ്കിൽ 329 പോയിൻ്റ് ഉയർന്ന് 24,175 എത്തി. 24,788 എത്തി. അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവ 1.5% വരെ ഉയർന്നു. IT, എനർജി സെക്ടറുകളിലെ ഒരു സ്ട്രോങ് ബയ്യിങ് പ്രഷറാണ് നിഫ്റ്റിയെ ഇത്തരത്തിൽ മുകളിലേക്ക് കൊണ്ടുവന്നത്. ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനങ്ങളിൽ പലതിനും താൽക്കാലികമായ ഒരു 90 ദിവസത്തേക്കുള്ള ഒരു നിർത്തിവെക്കൽ പ്രഖ്യാപിച്ചത് അടക്കമുള്ള ഒരു പോസിറ്റീവ് നീക്കങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച മുതൽ കാണാൻ തുടങ്ങിയതാണ്. അതേസമയം US ചൈന തമ്മിലുള്ള ആ ഒരു ട്രേഡിംഗ് വാറിൻ്റെ സാഹചര്യത്തിലും നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിൽക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതോടൊപ്പം തന്നെ പലിശ നിരക്കുകൾ, അതായത് ഡോളർ ഇൻഡെക്സ് കുറയുന്നത് കൊണ്ട് അത് കയറ്റുമതി ചെയ്യപ്പെടുന്ന കമ്പനികൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല US വൈസ് പ്രസിഡൻറ്റ് JD വാൻസിൻ്റെ ഇന്ത്യൻ സന്ദർശനം ഇവയൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് മാർക്കറ്റിനെ തള്ളിക്കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആഴ്ച IMFൻ്റെയും അതുപോലെ G20 ഫിനാൻഷ്യൽ മിനിസ്റ്റർമാരുടെയും യോഗങ്ങൾ വാഷിംഗ്ടണിൽ നടക്കാനിരിക്കുകയാണ്. ആഗോള വളർച്ച സംബന്ധിച്ച IMFൻ്റെ പുതിയ ഒരു നിഗമനം നാളെ പുറത്തുവിടും. ട്രംപിൻ്റെ ട്രേഡിംഗ് വാർ, അതായത് ട്രംപിൻ്റെ ഈ താരിഫ് പ്രഖ്യാപനം പുറത്തുവിട്ടതിന് ശേഷമുള്ള ആദ്യ സാമ്പത്തിക പ്രവചനമാകും നാളെ നടക്കുക. ഇന്ന് BSE FMCG ഒഴികെ ബാക്കി എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ NSEയിലെ നിഫ്റ്റി ആട്ടോ, നിഫ്റ്റി ബാങ്ക്, IT, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, റിയാലിറ്റി എല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യ വിക്സും 0.32% പോസിറ്റീവിലാണ് എന്നുള്ളതാണ്. NSEയിൽ ലിസ്റ്റ് ചെയ്ത 50 സ്റ്റോക്കുകളിൽ അദാനി പോർട്സാണ് കാര്യമായി ഇന്നൊരു നെഗറ്റീവിലേക്ക് പോയത്. 1.29% സ്റ്റോക്ക് ഇടിഞ്ഞത്. HDFC ലൈഫ് ഇൻഷുറൻസും 1.09% ഇടിഞ്ഞിട്ടുണ്ട്. മറ്റ് ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങി 9ഓളം സ്റ്റോക്കുകളാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇന്ന് ഏറ്റവും നേട്ടമുണ്ടാക്കിയത് ടെക് മഹീന്ദ്രയാണ്. 5.10% നേട്ടമുണ്ടാക്കി. ട്രെൻഡ്, ഇൻഡസിൻഡ് ബാങ്ക്, ഹീറോ മോട്ടോകോപ്പ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ബജാജ് ഫിൻസർവ് തുടങ്ങി 7ഓളം സ്റ്റോക്കുകൾ 3 മുതൽ 5% വരെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയെ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം 24,250 200 to 250 നമുക്കൊരു റെസിസ്റ്റൻസ് സോണ്. ഇന്ന് 24,188 ടച്ച് ചെയ്ത് അല്പം ജസ്റ്റ് താഴത്തേക്ക് വന്നു. പക്ഷേ ഇതൊരു റീടെസ്റ്റ് മാത്രമാണ്. ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 24,500 ഇവിടെ നിന്നും നാളെ 24,250 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,500 വന്ന് റെസിസ്റ്റൻസ് എടുത്ത് പിന്നീട് അവിടെ നിന്നും ഒരു റീടെസ്റ്റ് വരും. അങ്ങനെ വരുന്ന സമയത്ത് 24,000 എന്നുള്ള
ആ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ. ഇവിടെ 24,000 ഇനിയൊരു സ്ട്രോങ് മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. നാളെ ഇനി അത്യാവശ്യം താഴത്തേക്ക് വന്നാലും ഇപ്പോൾ 24,121 24,125 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി താഴെ വരികയാണെങ്കിൽ, ഇപ്പോൾ നാളെ താഴെ വരികയാണെങ്കിലും 24,000 നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ബുള്ളിഷ്നെസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ബാങ്ക് നിഫ്റ്റി ആൾ ടൈം ഹൈ ക്രോസ് ചെയ്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിഫ്റ്റിയും ക്രോസ് ചെയ്യും. അല്ലെങ്കിൽ നിഫ്റ്റി 26,000 സംതിങ് ആണ്, 26,000 മുകളിലാണ് ആൾ ടൈം ഹൈ ഉള്ളത്. അപ്പോൾ ഈ നാളെയോ മറ്റന്നാളോ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യും എന്നുള്ളത് പ്രതീക്ഷിക്കാം. ഈ തരത്തിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ്സോടുകൂടി പോവുകയാണെങ്കിൽ, ഇപ്പോൾ FIers-ഉം DIers-ഉം ഒരുമിച്ച് ബൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ നിഫ്റ്റി ആൾ ടൈം ഹൈ ടച്ച് ചെയ്ത് തുടർന്ന് അതിന് മുകളിലേക്ക് പോകും. അതായത് ഓരോ സമയത്ത് നമ്മൾ താഴത്തേക്ക് വരുമ്പോഴും പിന്നീട് ആൾ ടൈം ഹൈനെ ക്രോസ് ചെയ്തിട്ടായിരിക്കും പോകുക. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നത്തെ ഹൈ ആണ് 24,190. സപ്പോർട്ട് നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് 24,100, സെക്കൻഡ് സപ്പോർട്ട് 24,000. തീർച്ചയായും 24,000 സ്ട്രോങ് സപ്പോർട്ടാണ് ഉള്ളത്. ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ അതിന് താഴെ വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല. അടുത്തത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നത്തെ ഹൈ ആണ് 55,462, 55,470 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വയ്ക്കാവുന്നതാണ്. നമുക്ക് സപ്പോർട്ടായിട്ട് ഫസ്റ്റ് സപ്പോർട്ട് 55,230, സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 55,070. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് 79,630 സപ്പോർട്ടായിട്ട് ഫസ്റ്റ് സപ്പോർട്ട് 79,300 വയ്ക്കാം. 79,300 ഫസ്റ്റ് സപ്പോർട്ടും സെക്കൻഡ് സപ്പോർട്ട് 79,050. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനുകൾ വരയ്ക്കുക. നാളെ ഈ ലൈനുകൾ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.